കാശ് കൊടുത്ത് വാങ്ങിച്ചു പോയില്ലേ, അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ലെറ്റ്സ് ഗോ ടു ദ പാർട്ട് 2 ഓഫ് മെൻസ്ട്രൽ കപ്പ് എക്സ്പീരിയൻസ്. വാഷ്റൂമിൽ കയറിയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കി. ഞാൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ സാധനം റിമൂവ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര പാനിക്കായിപ്പോയി. ഇത് ഞാൻ ടച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു ടിപ്പ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡോക്ടറെ കാണിച്ചത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരുമോ തോന്നി. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് എന്ത് പറയും, ഇതിനകത്തിരുന്ന് അങ്ങനെ ഇൻഫെക്ഷൻ ആയി പോവോ, എന്ത് ചെയ്യും, എങ്ങനെ ഊരി എടുക്കും എന്നൊക്കെ ഞാൻ ഒത്തിരി 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 ഓർത്തോർത്ത് എനിക്കറിയില്ല, ഞാൻ എവിടേക്കോ എന്തൊക്കെയോ ഓർത്ത് വേറെ ഏതൊക്കെയോ രീതിയിൽ പോയി. അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവസാനം തപ്പി 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 എനിക്ക് ആ ടിപ്പ് പതുക്കെ പതുക്കെ ടിപ്പിൽ ഞാനിങ്ങനെ വലിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ടിപ്പിൽ വലിച്ചാൽ ഈ സാധനം പുറത്തേക്ക് വരില്ല എന്നുള്ള കാര്യം. എനിക്ക് അറിയില്ല. വലിച്ചിട്ട് ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് പിഞ്ച് ചെയ്തിട്ട് വേണം നമ്മളിത് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഊരിപ്പോരും. അതാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ പാസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഈസിയാണ്, ഈസി മെത്തേഡാണ്. വൺസ് നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തിലുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ ഊരാനും എടുക്കാനും ഒക്കെ. പിന്നെ നമുക്കിത് എളുപ്പമായിരിക്കും. നമുക്ക് പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിൾ ആണ്. ഇരിക്കാനും കിടക്കാനും സ്വിം ചെയ്യാൻ പോലും നമുക്ക് പറ്റും. ഈസിയാണ്. നമുക്ക് അകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയത്തേയില്ല നമുക്ക് പീരീഡ്സ് ആണെന്നുള്ള കാര്യം. സത്യം പറയാലോ, ഒരു 8 to 10 hours നമുക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പേടിയും വേണ്ട ലീക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ.